ഹലോ, നമുക്കൊന്ന് ചായ മാറ്റിയല്ലോ അമ്മേ. ചായ ഏത് ചായ? ഗ്രീൻ ടീ, മസാല ചായ, ആ ചായയാണ് ഉദ്ദേശിച്ചത്. അമ്മ രാവിലെ തന്നെ ചളുവടിച്ച് വെതറുവാണെങ്കിലും നമ്മുടെ അമ്മ പറഞ്ഞ പോലെ നമുക്ക് ചായ മാറ്റാൻ പോവാണ് അമ്മയുടെ. അപ്പോൾ അതിന് അമ്മയ്ക്ക് ഹെയർ കളർ സെലക്ട് ചെയ്യണേ. അപ്പോൾ ഹെയർ കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആക്ച്വലി അമ്മയ്ക്ക് ഭയങ്കരമായ കളേഴ്സ് വേണമെന്ന് എനിക്കില്ല കേട്ടോ. ലൈറ്റ് ഒരു ചെറിയൊരു ബ്ലോണ്ട് ഷെയ്ഡ് മതിയെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സ്ട്രീക്സ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് അമ്മയുടെ ലുക്ക്. അപ്പോൾ അമ്മയ്ക്ക് പയ്യതാ കളർ ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേനും ചെറിയ ചെറിയ ഈ വൈറ്റ് ഹെയർസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അവരെ ടച്ച് ചെയ്ത് ആദ്യം കൊടുക്കുവാണ് കേട്ടോ. അടുത്തിരിക്കുന്ന ആരാന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ രീരിക്കുട്ടൻ. അപ്പോൾ രീരിക്കുട്ടൻ്റെയും താടി മുടിയൊക്കെ അങ്ങോട്ട് വെട്ടിക്കളയാന്നൊക്കെ വിചാരിച്ചെങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ചെറിയൊരു ട്രിമ്മും കാര്യങ്ങളൊക്കെ അവനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സൈമൾട്ടേനിയസ്ലി കേട്ടോ. അങ്ങനെ 12ഓളം സെക്ഷൻസ്, 12 to 12 to 14 സെക്ഷൻസ് അമ്മയുടെ എടുത്തിട്ടുണ്ടായിരുന്നു കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരോ സെക്ഷനായിട്ട് അവരിങ്ങനെ എടുത്തിട്ട് ഈ അലൂമിനിയം ഫോയിലൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വെക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പോലെ തന്നെ ആ ബ്ലോണ്ട് ഷെയ്ഡ് തന്നെയാട്ടോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ബർഗുണ്ടി കളറും ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഷെയ്ഡ് ഡിഫറൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരോ സെക്ഷൻസ് ആയിട്ട് അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ബ്ലോണ്ട് ഷെയ്ഡ് വേണ്ട, എനിക്ക് എന്തെങ്കിലും ഒരു കളർ എന്ന് പറയുമ്പോഴത്തേന് ഇത് എന്ത് കളറാന്നിങ്ങനെ ചോദിക്കണം, അതുപോലൊരു ഷെയ്ഡായിരിക്കണം എന്ന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ടച്ച് ചെയ്ത ആ ബ്ലാക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ കട്ട് തുടങ്ങിയിട്ട് അപ്പോൾ അമ്മ ഇങ്ങനെ ഒരുപാട് ഷോർട്ട് ചെയ്യേണ്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ നല്ലോണം ഷോർട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. എനിക്കൊരു ബ്ലം കട്ട് പോലെ, അതായത് ഷോൾഡറിൻ്റെ അത്രയും വേണ്ട, കഴുത്തിൻ്റെ അത്രയും വരെ നിന്നാൽ മതി എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ അമ്മയുടെ അഭിപ്രായ പ്രകാരം ഒരു ഇച്ചിരി ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയല്ല, കുറച്ച് നന്നായിട്ട് കട്ട് ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. പാവട്ടെ എല്ലാത്തിനും ഇരുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്കറിയാം ഞാനങ്ങനെ അമ്മയ്ക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യത്തില്ല എന്ന് അമ്മയ്ക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് എല്ലാത്തിനും ഇരുന്ന് തരുന്നുണ്ട് കേട്ടോ. അമ്മയുടെ അപ്പർ ലിപ്പ് ഒരു സൈഡ് എടുത്തിട്ടിരിക്കുന്ന ഇരിപ്പാട്ടോ ഇത് വേനിക്കണമെന്നും പറഞ്ഞിട്ട്. അമ്മയുടെ ഈ മീശ ഈ ഭാഗത്തെടുത്ത് ഇപ്പുറത്തെ എടുത്തിട്ടിട്ട് കണ്ട മീശ അടിച്ചെടുത്ത് ഇപ്പുറത്തെടുത്ത് ഇപ്പുറത്തെടുത്ത് അമ്മയുടെ നാച്ചുറൽ ആയിട്ട് തന്നെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ അധികം തിക്നെസ് തോന്നിക്കത്തില്ല. അപ്പോൾ കുറച്ച് വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഓരോ സെക്ഷൻസ് എടുത്തിട്ട് ലെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് പറഞ്ഞതുപോലെ ഞാൻ നെക്ക് വരെയുള്ള ലെങ്ത്ത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലം കട്ട് മതി എന്നാട്ടോ ആദ്യം വിചാരിച്ചത്. പക്ഷേ കട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു വോളിയം കുറച്ചും കൂടെ കൂട്ടി പോലെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ലെയർ അടിക്കാം എന്നാൽ അവരുടെയും കൂടെ സജഷൻസ് ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ നോർത്ത് പറവൂരിലുള്ള സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ടാട്ടോ ഞങ്ങൾ എപ്പോഴും ഇതുപോലുള്ള ഹെയർ കട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ അതാ അമ്മയുടെ ഫ്രണ്ടിലുള്ള സെക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് നല്ലോണം ഇത് ഷോർട്ട് ആക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ അതിന് മാത്രം സമ്മതിച്ചില്ല കേട്ടോ. എനിക്ക് പിരികത്തിൻ്റെ മുകളിൽ നിന്നാൽ മതി എന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു അത്രയും കുറയ്ക്കേണ്ട, ലൈക്ക് പിടിച്ച് കെട്ടാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ പണി ചെയ്യുമ്പോഴത്തേനും ഫേസിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശരി അമ്മയുടെയും കൂടെ അഭിപ്രായം ഞാൻ കണക്കിലെടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മുകളിലത്തെ അതായത് ഫ്രണ്ടിലത്തെ സെക്ഷൻ ഞാൻ കുറച്ചേ കട്ട് ചെയ്തുള്ളൂ. അതായത് ഏകദേശം നമ്മുടെ ബാക്കിലുള്ള ലെങ്ത്തിൻ്റെ അത്രയും തന്നെ കട്ട് ചെയ്യാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ഒരു 4-5 ഇയേഴ്സിന് മുൻപ് അമ്മയുടെ ഹെയർ സ്റ്റൈൽ ഏകദേശം ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇതേപോലത്തെ കളറും ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത് ഫൈനൽ ഹെയർ കട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. എന്നോട് പറയുകയും ചെയ്ത് ഇഷ്ടമായിരുന്നു. അങ്ങനെ അത് ബ്ലോ ഡ്രൈങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആളത് ആർമാദിക്കലായിരുന്നു കേട്ടോ. എൻ്റെ ഈശ്വറാ ഞാൻ പറയായിരുന്നു അവിടെ നിന്ന് ഓവറാക്കി ചളവാക്കില്ല അവിടെ അനങ്ങാണ്ട് നിൽക്കുന്നത്. പക്ഷെ മുടി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ അമ്മയുടെ ഈ ഹെയർ സ്റ്റൈല്, ഈ പുതിയ ഗെറ്റപ്പ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പഴയ അമ്മയെ കണ്ട പോലെ ഇരുന്നു. ഞാൻ പറയുകയും ചെയ്തായിരുന്നു അമ്മ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടെന്ന് കേട്ടോ. ഇത് കാണുമ്പോൾ ഇനി രീരിക്കുട്ടൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാവേ. ഇങ്ങനെയുണ്ട്, സൂപ്പറായിട്ടുണ്ട് അമ്മേ.
അമ്മ ഭയങ്കര ചെറുപ്പക്കാരത്തിയല്ല. അതെയാ, ഞാനെല്ലാം ചെറുപ്പക്കാരി. കൊള്ളാട്ടാ, അടിപൊളി. ഓക്കെ, എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടമായി. എപ്പിടി ഇരുന്നേനാ ഇപ്പിടി ആയിട്ടേ മൊമെന്റ് ആയിരുന്നു കേട്ടോ ഇത്. അമ്മേനെ ഇങ്ങനെ കണ്ടപ്പോൾ അമ്മയും ഹാപ്പി, ഞാനും ഹാപ്പി.